പണ്ടൊരിടത്ത് വിശാലമായ ഗ്രാമപ്രദേശത്തുള്ളൊരു വീട്ടിൽ ഒരു ധനികനായ വ്യാപാരിയും അയാളുടെ ഭാര്യയും അവരുടെ സുന്ദരിയായ മകൾ എല്ലയും താമസിച്ചിരുന്നു. അച്ഛൻ വ്യാപാര ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അമ്മയായിരുന്നു എല്ലയുടെ സുഹൃത്ത്. മോളെ, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നീ എന്നും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. പക്ഷേ വിധി ക്രൂരനായിരുന്നു. അവളുടെ അമ്മയ്ക്ക് ഒരു കഠിനമായ രോഗം പിടിപെട്ടു. അധികം വൈകാതെ തന്നെ എല്ലയുടെ അമ്മ മരണമടഞ്ഞു. സമയം കടന്നുപോയി. ഋതുക്കൾ മാറി മാറി വന്നു. എല്ല വീണ്ടും വിഷമങ്ങളെല്ലാം മറന്ന് അച്ഛനൊപ്പം ജീവിക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. അവളുടെ അച്ഛൻ രണ്ടാം വിവാഹം ചെയ്തതോടെ എല്ലയുടെ ജീവിതം വീണ്ടും ദുരിതപൂർണമായി. ആ സ്ത്രീ അവൾക്കൊപ്പം അവളുടെ അതേ സ്വഭാവമുള്ള 2 പുത്രിമാരെയും കൊടുന്നിരുന്നു. അഹങ്കാരത്തിൽ മുന്നിലായിരുന്നു മൂവരും. എല്ലയുടെ രണ്ടാനമ്മ വൈകാതെ തന്നെ അവളുടെ സ്വഭാവം പുറത്തെടുത്തു. അവൾക്ക് എല്ലയോട് വെറുപ്പായിരുന്നു. അതിനാൽ തന്നെ ആ സ്ത്രീ അവളെക്കൊണ്ട് വീട്ടിലെ മുഴുവൻ ജോലികളും എടുപ്പിച്ചു. ഇല്ല, വേഗം ഈ തുണികളെല്ലാം മടക്കിലേക്ക്. വേഗമാനട്ടെ. എല്ല വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. അവൾ ഒരിക്കലും അതിനെപ്പറ്റി പരാതിപ്പെട്ടില്ല. എല്ല രാവിലെ മുതൽ ഇരുട്ടും വരെയും പണികളെടുക്കുമ്പോഴും അവളുടെ സഹോദരിമാർ സുഖസൗകര്യങ്ങളിലും ആഡംബരത്തിലും ജീവിച്ചു. വസ്ത്രങ്ങളാലും ആഭരണങ്ങളാലും അവരുടെ മുറികൾ നിറഞ്ഞിരുന്നു. അവർ പട്ടുപോലെ മിനുമിനുത്ത മെത്തകളിൽ സുഖമായി ഉറങ്ങുമ്പോൾ എല്ല തട്ടിൻ പുറത്ത് വൈക്കോൽ മേഞ്ഞ പായയിലായിരുന്നു കിടന്നിരുന്നത്. പുതിയ ഒരു ജീവിതത്തെ സ്വപ്നം കണ്ട് അവൾ അവിടെ കിടക്കും. എല്ല തന്റെ പണികളെല്ലാം തീർത്ത് അടുക്കളയിലെ ചാരം പുരണ്ട ചിമ്മനിക്കരിലിരിക്കും. അതിനാൽ അവളെ സിൻഡ്രല്ല എന്ന് വിളിക്കാൻ തുടങ്ങി. നോക്ക്, അവൾ ആകെ ചാരം പുരണ്ടിരിക്കുന്നു. നമുക്കവളെ സിൻഡറല്ല എന്ന് വിളിക്കാം. എല്ലാം സഹിച്ചു. അവൾ ഇതൊന്നും അവളുടെ അച്ഛനെ അറിയിച്ചില്ല. കാരണം രണ്ടാനമ്മ അവളുടെ അച്ഛനെയും നിയന്ത്രണത്തിലാക്കിയിരുന്നു. ഒരു ദിവസം രാജ്യം മുഴുവൻ ഒരു രാജകൽപ്പന പടർന്നു. കേൾക്കുവിൻ, കൊട്ടാരത്തിൽ നാളെ രാജാവ് ഒരു വലിയ വിരുന്നൊരുക്കുന്നു. നാട്ടിലെ എല്ലാ സുന്ദരികളായ പെൺകുട്ടികളും വിരുന്നിൽ പങ്കെടുത്താലും. നീയത് കേട്ടില്ലേ? കൊട്ടാരത്തിൽ കുമാരന്റെ വിരുന്ന്. നമുക്ക് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം തന്നെ ധരിക്കണം. കുമാരൻ നമ്മിൽ ആരെങ്കിലും വധുവായി തിരഞ്ഞെടുക്കണം. തീർച്ചയായും. ഈ വാർത്ത കേട്ട നിമിഷം മുതൽ സഹോദരിമാർ ആവേശഭരിതരായി. മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിന്നു. വസ്ത്രങ്ങൾ, റിബണുകൾ എന്നിവ മാറി മാറി ഇട്ടുനോക്കി. സിൻഡ്രല്ല, വേഗം ഇങ്ങോട്ട് വന്നേ. സിൻഡ്രല്ല അവരെ ഒരുങ്ങാൻ സഹായിച്ചു. അവർ വിരുന്നിനെക്കുറിച്ച് വാതോരാതെ പറയുന്നത് ക്ഷമയോടെ കേട്ടു. ഞാൻ മഞ്ഞ റിബൺ വെച്ച ചുവന്ന ഉടുപ്പ് ധരിക്കും. കുമാരൻ എന്റെ നീല ഉടുപ്പാണ് ശ്രദ്ധിക്കുക. ഞാനും നിങ്ങൾക്കൊപ്പം വിരുന്നിന് വന്നട്ടെ. വിരുന്നിനോ? നീയോ? അതും ഈ വേഷത്തിലോ? അതിനാദ്യം നീ വീട്ടിലെ എല്ലാ പണികളും തീർക്ക്. എന്നിട്ട് വിരുന്നിനിടാൻ പറ്റിയ ഉടുപ്പും കണ്ടുപിടിച്ച നിനക്കും പോകാം. ഇതൊരിക്കലും നടക്കുകയില്ലെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ അവർ സിൻഡ്രല്ലയെ പുച്ഛിച്ചു, കളിയാക്കി ചിരിച്ചു. മറ്റുള്ളവർ വിരുന്നിനായി തയ്യാറെടുക്കുമ്പോൾ സിൻഡ്രല്ല മുഴുവൻ നേരവും ജോലികളിൽ മുഴുകി. ജോലികൾ പൂർത്തിയാക്കി അവൾ അടുക്കളയിൽ ചിമ്മനിക്കരിലിരുന്നു. അവളുടെ ചിന്ത മുഴുവൻ വിരുന്നിനെക്കുറിച്ചായിരുന്നു. ഇന്നത്തെ വിരുന്ന് എത്ര മനോഹരമായിരിക്കും. എനിക്കും പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പെട്ടെന്നാണ് അവിടെയുള്ള ഒരു ചെറിയ പെട്ടി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ അവളുടെ അമ്മയുടെ വസ്ത്രമുണ്ടായിരുന്നു. അമ്മയുടെ ഡ്രസ്സോ? ഒരുപക്ഷെ ഇത് വീണ്ടും ധരിക്കാൻ പറ്റുമായിരിക്കും. സിൻഡ്രല്ല ഉടുപ്പ് ഭംഗിയാക്കാൻ തുടങ്ങിയപ്പോൾ അവളെ സഹായിക്കാനായി കുറെ ചെറിയ കൂട്ടുകാരും അവൾക്കൊപ്പം കൂടി. ഓ, നിങ്ങളും കൂടുന്നുണ്ടോ? അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ഉടുപ്പ് മനോഹരമാക്കി. അങ്ങനെ അവൾക്ക് വിരുന്നിൽ പങ്കെടുക്കാമെന്ന വിശ്വാസം വന്നു. പക്ഷെ ആ ഉടുപ്പിട്ടു പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും 2 സഹോദരിമാരും അടുക്കളയിലെത്തി. സിൻഡ്രല്ല, ഇത് എന്റെ റിബണാണ്. അവളുടെ സ്വപ്നങ്ങളെല്ലാം അവർ തകർത്തു. വരൂ മക്കളെ, നമുക്ക് വിരുന്നിന് പോകാം. ഈ വിഷമം സഹിക്കാനാവാതെ സിൻഡ്രല്ല കരഞ്ഞുകൊണ്ട് നിലാവിലൂടെ പുറമേയുള്ള തോട്ടത്തിലേക്ക് ഓടി.
എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പെട്ടെന്ന് ഒരു പ്രകാശം അവൾക്ക് പിറകിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണത്? അത് അവളുടെ ഫെയറി ഗോഡ്മദർ ആയിരുന്നു. എന്തിനാ മോളെ നീ കരയുന്നത്? എനിക്കും ഇന്നത്തെ വിരുന്നിന് പോകാനായിരുന്നു. ഓ മോളെ, അതാണ് പ്രശ്നമെങ്കിൽ നമുക്കത് ശരിയാക്കാം. ആദ്യം നമുക്കൊരു വണ്ടി വേണം. തന്റെ മാന്ത്രിക വടിയാൽ ആ വലിയ മത്തങ്ങയെ മനോഹരമായ ഒരു കുതിരവണ്ടിയാക്കി മാറ്റി. എത്ര മനോഹരം! പക്ഷേ വണ്ടി മാത്രം പോരാ, അതോടിക്കാൻ കുതിരകളും വേണം. ഫെയറി ഗോഡ്മദർ മാന്ത്രിക വടി വീശി കുഞ്ഞനെലികളെ വലിയ കുതിരകളാക്കി മാറ്റി. അങ്ങനെ വണ്ടിയിലേക്കുള്ള കുതിരകളും കുതിരവണ്ടിക്കാരുമായി. പക്ഷേ ഈ ഡ്രസ്സ് എങ്ങനെ ഇതിട്ട് വിരുന്നിന് പോവും? അതിപ്പോ ശരിയാക്കാം. മാന്ത്രിക വടി വീശി ഫെയറി ഗോഡ്മദർ ആ കീറിയ വസ്ത്രത്തെ അതിമനോഹരമായ ഉടുപ്പാക്കി മാറ്റി. ഇനി ഇതും കൂടി. ഫെയറി ഗോഡ്മദർ സിൻഡ്രലയ്ക്ക് അതിമനോഹരമായ ഗ്ലാസ് ഷൂകൾ നൽകി. നിൽക്ക് മോളെ, നീ ഒരു കാര്യം ഓർക്കണം. ഈ മാജിക്ക് രാത്രി 12 മണി വരെ മാത്രമേ ഉണ്ടാകൂ. 12 മണി വരെയോ? അതെ, അതിനുശേഷം എല്ലാം പഴയതുപോലെയാകും. ഞാൻ ശ്രദ്ധിക്കാം. അങ്ങനെ സിൻഡ്രല്ല കുതിരവണ്ടിയിൽ നിലാവിലൂടെ മനോഹരമായ ആ കൊട്ടാര വിരുന്നിലേക്ക് യാത്രയായി. ദൂരെ കൊട്ടാരം ഭംഗിയായി അലങ്കരിച്ചിരുന്നു. പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് കുറേയേറെ യുവതികൾ വിരുന്നിൽ പങ്കെടുക്കാനായി എത്തി. ഇത്രയും പേരുണ്ടായിട്ടും ആരോടും ഒന്നും തോന്നുന്നില്ല. പെട്ടെന്ന് അതിമനോഹരമായ ഒരു കുതിരവണ്ടി കൊട്ടാരവാതിൽക്കൽ എത്തി. ഗ്ലാസ് ഷൂസ് ധരിച്ച് സിൻഡ്രല്ല പുറത്തിറങ്ങി. അവൾ പതിയെ കൊട്ടാരവാതിലുകളിലൂടെ അകത്തേക്ക് കടന്നു. അവൾ കൊട്ടാരമുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ആരും ഇതുവരെ അത്രയും ഭംഗിയുള്ള ഒരാളെ കണ്ടിരുന്നില്ല. എന്തൊരു ഭംഗിയാണ്! ആരാണിവൾ? രാജാവ് പോലും ആശ്ചര്യപ്പെട്ടു. ഒരുപാട് നാളെ ഞാൻ ഇത്രയും ഭംഗിയുള്ള ഒരാളെ കണ്ടിട്ട്. രാജകുമാരൻ അവൾക്കരികിലേക്ക് ചെന്നു. എന്നോടൊപ്പം നൃത്തം ചെയ്യുമോ? കുമാരൻ അവളെ ഹാളിന്റെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരിരുവരും മനസ്സു മറന്ന് നൃത്തം ചെയ്തു. കുമാരൻ അവളിൽ നിന്നും കണ്ണെടുക്കാനായി കഴിഞ്ഞില്ല. കുമാരൻ എന്താ എന്നോടൊപ്പം നൃത്തം ചെയ്യാത്തത്? നമുക്ക് നോക്കാം മോളെ, നാളെയും ഉണ്ടല്ലോ. നീ നന്നായി നൃത്തം ചെയ്യുന്നുണ്ട്. അതെയോ? നന്ദി. ഞാൻ നിന്നെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴായിരിക്കാം യോജിച്ച സമയം എത്തിയത്. നൃത്തത്തിന് ശേഷം ഒരു വലിയ വിരുന്നു തന്നെ ഒരുക്കിയിരുന്നു. എല്ലാവരും വിരുന്നിൽ ഒത്തുചേർന്നു. സിൻഡ്രല്ല അവളുടെ സഹോദരിമാരുടെ അരികിലിരുന്നു. ഇതെടുത്തോളൂ, കുമാരൻ പ്രത്യേകം നൽകിയതാണ്. ഇവൾ ആരായിരിക്കും നമ്മളോട് ഇത്രയും കരുതൽ കാണിക്കാൻ? പെട്ടെന്ന് ക്ലോക്കിൽ 12 മണി ആവാറായിരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് വേഗം പോകേണ്ടതുണ്ട്. അവൾ പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്നും ഓടി വീട്ടിലേക്ക് മടങ്ങി. തന്റെ കുതിരവണ്ടിയിലൂടെ സഞ്ചരിച്ച് മാന്ത്രിക ശക്തി പോകുന്നതിന് കൃത്യം മുൻപ് തന്നെ അവൾ വീട്ടിലെത്തി. അവൾ എത്തിയ പാടെ എല്ലാം പഴയ രൂപത്തിലേക്കായി. അവൾ വേഗം പോയി നടന്നതെല്ലാം ഗോഡ്മദറോട് പറഞ്ഞു. ഗോഡ്മദർ, ഇന്നത്തെ ദിവസം മനോഹരമായിരുന്നു. നിനക്കെപ്പോഴും നല്ലതേ വരൂ മോളെ. തൊട്ടു പിന്നാലെ 2 സഹോദരിമാരും വിരുന്നിൽ നിന്നും മടങ്ങിയെത്തി. സിൻഡ്രല്ല, നീ ഇന്നത്തെ വിരുന്ന് കാണേണ്ടതായിരുന്നു. അവിടെ അതിസുന്ദരിയായൊരു രാജകുമാരി വന്നിരുന്നു. രാജകുമാരൻ അവളുടെ മേലിൽ നിന്ന് കണ്ണെടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. കുമാരന് ശരിക്കും അവളെ ഇഷ്ടമായോ? പിന്നില്ലാതെ. ശരി, ഞങ്ങൾക്ക് നാളത്തെ വിരുന്നായി ഒരുങ്ങേണ്ടതുണ്ട്. സിൻഡ്രല്ല ഒന്നും അറിയാത്ത പോലെ എല്ലാം കേട്ടു നിന്നു. അടുത്ത ദിവസം രാവിലെ വീട് മുഴുവൻ വിരുന്നിൽ ചേരാനുള്ള തിടുക്കത്തിലായിരുന്നു. സിൻഡ്രല്ല വീണ്ടും അവരെ ഒരുങ്ങാൻ സഹായിച്ചു. ഇന്ന് രാത്രി കുമാരൻ എന്തായാലും നമ്മളെ ശ്രദ്ധിക്കും. രണ്ടാനമ്മയും അവരുടെ പുത്രിമാരും കൊട്ടാരത്തിലേക്ക് തിരിച്ചു. ഇന്നും എനിക്ക് കുമാരനെ കാണാൻ കഴിഞ്ഞെങ്കിൽ. സിൻഡ്രല്ല തിടുക്കത്തിൽ തന്റെ ഗോഡ് മദറിന്റെ അടുത്തേക്ക് ചെന്നു. ഗോഡ്മദർ,
ഇന്നും ഞാൻ വിരുന്നിന് പോയിക്കോട്ടെ? തീർച്ചയായും മോളെ. ഒരിക്കൽ കൂടി ഫെയറി ഗോഡ് മദർ സിൻഡ്രല്ലയെ അതിസുന്ദരിയാക്കി മാറ്റി. വേഗം മടങ്ങിയെത്തണമെന്ന ഓർമ്മ വേണം. തീർച്ചയായും. തന്റെ മാന്ത്രിക വടി വീശി ഫെയറി ഗോഡ് മദർ മത്തങ്ങയെ വീണ്ടും കുതിരവണ്ടിയാക്കി മാറ്റി. തന്റെ കുമാരനെ കാണുവാനായി അവൾ വീണ്ടും വണ്ടിയിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. നിലാവിലൂടെ സിൻഡ്രല്ലയുമായി കുതിരവണ്ടി നീങ്ങി. കൊട്ടാരത്തിൽ രാജകുമാരൻ സിൻഡ്രല്ലയെയും കാത്തിരിക്കുകയായിരുന്നു. വാതിലുകൾ തുറന്ന് സിൻഡ്രല്ല പതിയെ കൊട്ടാരത്തിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ കുമാരൻ അവൾക്കരികിലേക്ക് എത്തി. കുമാരൻ അവളെ ഹാളിന്റെ നടുവിലേക്ക് ക്ഷണിച്ചു. ഇന്ന് വേഗം ഓടിപ്പോകരുത്. നമുക്ക് നോക്കാം. ഇരുവരും മനസ്സു മറന്ന് നൃത്തം ചെയ്തു. ആളുകൾ എല്ലാവരും അവരുടെ ജോഡിയെ പുകഴ്ത്തി. പതിയെ അവർ തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറി. രണ്ടുപേരുടെയും ലോകത്തിൽ മാത്രമായി മുഴുകി. അവരിരുവരും കുറേ നേരം സംസാരിച്ചു. സംസാരത്തിൽ അവൾ സമയത്തെപ്പറ്റി അപ്പാടെ മറന്നു. സമയം നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ക്ലോക്കിൽ 12 മണി മുഴങ്ങി. സിൻഡ്രല്ലയുടെ മുഖത്ത് ഭീതി പടർന്നു. നിൽക്ക്, പോകല്ലേ. കുമാരൻ എത്തുന്നതിന് മുൻപ് തന്നെ കൊട്ടാരപ്പടികളിലൂടെ മുന്നോട്ടോടി. ഓട്ടത്തിനിടയിൽ അവളുടെ കാലിൽ നിന്നും ഒരു ഗ്ലാസ് ഷൂ തെറിച്ചുപോയി. കുമാരൻ അത് സൂക്ഷിച്ച് കൈകളിലെടുത്തു. എന്താണിപ്പോൾ സംഭവിച്ചത്? അവൾ എവിടേക്കാണ് ഓടിപ്പോയത്? അത്ഭുതം തന്നെ. ഈ ചെരുപ്പിന്റെ ഉടമയെ ഞാൻ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കും. ഓടുന്നതിന്റെ തിരക്കിൽ തന്നെ അവളുടെ മാന്ത്രികതയെല്ലാം ഓരോന്നായി നഷ്ടപ്പെട്ടു. അവളുടെ വസ്ത്രം പഴയതും കുതിരവണ്ടി മത്തന്നെയും കുതിരകൾ എലികളും വണ്ടിക്കാർ പല്ലികളുമായി. കുമാരൻ അവളുടെ പിന്നാലെ ഓടി കൊട്ടാരവാതിൽക്കലെത്തി. നിങ്ങളിതിലെ ഒരു രാജകുമാരി പോകുന്നത് കണ്ടോ? ഇല്ല പ്രഭു, ഞങ്ങൾ കണ്ടില്ല. ഒരു പഴയ വസ്ത്രം ധരിച്ച കുട്ടി മാത്രമാണ് ഓടിപ്പോയത്. രാത്രി രണ്ടാനമ്മയും സഹോദരിമാരും വീട്ടിലേക്ക് തിരിച്ചെത്തി. അവരുടെ ചർച്ച മുഴുവൻ വിരുന്നിലെത്തിയ സുന്ദരിയായ യുവതിയെക്കുറിച്ചായിരുന്നു. എന്നാൽ അവൾ സിൻഡ്രല്ലയാണെന്ന് അവർ തിരിച്ചറിഞ്ഞതേയില്ല. ആ സുന്ദരിയായ കുമാരി ഇന്നും അവിടെ വന്നിരുന്നു. പക്ഷെ അർദ്ധരാത്രിയായപ്പോൾ അവൾ ഓടിപ്പോയി. ഓടുന്നതിനിടയിൽ അറിയാതെ അവളുടെ ഒരു ഗ്ലാസ് ഷൂസ് അവിടെ തെറിച്ചുപോയി. കുമാരൻ അത് സൂക്ഷിച്ചെടുത്തു. വിരുന്നിൽ മുഴുവൻ കുമാരന്റെ കണ്ണ് അവളുടെ മേൽ തന്നെയായിരുന്നു. എനിക്കുറപ്പാണ് കുമാരൻ അവളെ ശരിക്കും ഇഷ്ടമാണ്. സിൻഡ്രല്ല എല്ലാം പുഞ്ചിരിയോടെ കേട്ടിരുന്നു. അടുത്ത ദിവസം ഒരു രാജകൽപ്പന രാജ്യത്തുടനീകം മുഴങ്ങിക്കേട്ടു. കേൾക്കുവിൻ, കേൾക്കുവിൻ. ഗ്ലാസ് ഷൂ ആർക്കാണോ പാകമാകുന്നത് അവരെ രാജകുമാരൻ വിവാഹം കഴിക്കുന്നതായിരിക്കും. ചെരുപ്പ് രാജ്യത്തുള്ള എല്ലാ സ്ത്രീകളെയും അണിഞ്ഞു നോക്കി. പക്ഷെ ആർക്കും തന്നെ പാകമായില്ല. ഈ കുമാരിക്കും പാകമല്ല. ചെരുപ്പ് സിൻഡ്രല്ലയുടെ സഹോദരിമാരെയും അണിഞ്ഞു നോക്കി. പക്ഷെ രണ്ടുപേർക്കും പാകമായില്ല. ഞാനിന്നലെ രാത്രി കൊണ്ട് വണ്ണം വെച്ചിരിക്കുന്നു, അതാണ് പാകമാവാത്തത്. എനിക്കിത് പാകമാകും. ഇല്ല, പാകമല്ല. അവസാനം സിൻഡ്രല്ല മുന്നോട്ട് വന്നു. എനിക്ക് പാകമാകുമോ എന്ന് നോക്കട്ടെ. സിൻഡ്രല്ലയ്ക്ക് ഒരിക്കലും പാകമാകില്ലെന്ന് കരുതി സഹോദരിമാർ അവളെ കളിയാക്കി ചിരിച്ചു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ചെരുപ്പ് സിൻഡ്രല്ലയുടെ കാലിൽ കൃത്യമായി കൊണ്ടു. അവൾ തന്റെ കൈവശമുള്ള മറുചെരുപ്പ് പുറത്തേക്കെടുത്തു. ഇതേ സമയം ഫെയറി ഗോഡ്മദർ പ്രത്യക്ഷപ്പെട്ട് തന്റെ മാന്ത്രിക വടിയാൽ സിൻഡ്രല്ലയുടെ വസ്ത്രം അതിമനോഹരമാക്കി മാറ്റി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ആർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇത് അവളാണ്, സിൻഡ്രല്ല. സഹോദരിമാർ അവളുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. സിൻഡ്രല്ല ഇരുവർക്കും മാപ്പ് നൽകി. സിൻഡ്രല്ല, നീ ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ക്ഷമിച്ചിരിക്കുന്നു. രാജകുമാരൻ തന്റെ ജീവിതസഖിയെ കണ്ടെത്തിയെന്ന് തിരിച്ചറിഞ്ഞു. എന്റെ വധുവാവാൻ നിനക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. സന്മനസ്സിനുടമയായ സിൻഡ്രല്ല അവളുടെ സഹോദരിമാരെ കൊട്ടാരത്തിലെ ഭടന്മാരുമായി വിവാഹിതരാക്കി. അങ്ങനെ സിൻഡ്രല്ലയുടെയും കുമാരന്റെയും വിവാഹ ദിവസമെത്തി. വിവാഹ ദിവസം കൊട്ടാരം ആർത്തുല്ലസിച്ചു. എന്നും നിന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ വാക്ക് നൽകുന്നു. ഞാൻ ഇന്നും കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തരുന്നു. സിൻഡ്രല്ലയുടെയും കുമാരന്റെയും വിവാഹം കാണാൻ അതിഥികൾ തിങ്ങി നിറഞ്ഞു. രാജ്യം വിവാഹം ആഘോഷമാക്കി. അങ്ങനെ സിൻഡ്രല്ലയും കുമാരനും എന്നേക്കും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചു.
ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ കൂട്ടുകാരെ? എങ്കിലിത് ഹൈപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.